പഞ്ചാബിലെ സംഗ്രൂരിൽ വ്യാജമദ്യം കഴിച്ച് 21 പേർ മരിച്ചു. 48 പേർ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? വേണു, ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പഞ്ചാബിലെ ശംഗ്രൂർ ജില്ലയിലുള്ള ദിർബ മേഖലയിൽ, അതായത് ഗുർജൻ എന്ന ഗ്രാമത്തിൽ വ്യാജമദ്യം കഴിച്ച് 48 പേർ ആശുപത്രിയിലായത്. ഇതിലിപ്പോൾ ഈ 48 പേരിൽ 21 പേർ മരണത്തിന് കീഴടങ്ങിയതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വ്യാജമദ്യം കഴിച്ചാണ് ഈ സംഭവം. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൻപ്രീത്തും അതോടൊപ്പം തന്നെ സുഖ്വീന്ദർ എന്ന 2 പേരാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 302 പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ ചിലർ ഗുരുതരമായി തുടരുമെന്നാണ് ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്ന വിവരം. പട്യാലയിലെ രാജേന്ദ്ര ആശുപത്രിയിലും ചിലർ ചികിത്സയിലാണ്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. സർക്കാർ ഒരു ഉന്നതതല സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൽഹിയിന് സമാനമായ മദ്യനയമാണ് പഞ്ചാബിൽ ഇപ്പോൾ സർക്കാർ, ആം ആദ്മി പാർട്ടി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. അതിന്റെ ഫലമായാണ് ഇത്തരമൊരു മദ്യ ദുരന്തം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ മദ്യ ദുരന്തം ഇത് പഞ്ചാബിലും വലിയ ചർച്ചയായി തന്നെ മുന്നോട്ട് പോകുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മദ്യ ദുരന്തം സംഭവിച്ചതാണ്ട് 21 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ വ്യാജമദ്യ ദുരന്തം 21 പേർ മരിച്ചു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.